ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐശ്വര്യ കമ്പനിയിൽ ചാർജ് എടുത്ത ഉടൻ തന്നെ അരവിന്ദനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ അരവിന്ദനോട് പറയുന്നു, തൻ്റെ സേവനം ഇവിടെ ഇനി ആവശ്യമില്ല എന്ന്. നിന്റെ സഹോദരി ഇവിടെ ചാർജ് എടുത്ത ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് ഇവിടെ നടന്ന ഷോ ഓർമ്മയുണ്ടോ? അന്ന് മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ദിവസം. ഏതായാലും പൊയ്ക്കോളൂ, ഇനി ഇവിടെ നിൽക്കേണ്ട, ഓഫീസിന് പുറത്തു പോ. ഇനി ഇവിടെ ആരോടും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. എൻ്റെ അധികാരത്തിലാണ് അപ്പോയിൻമെൻറ്റും ഡിസ്മിസലും എല്ലാം. ഒന്നും പറയാതെ തന്നെ അരവിന്ദൻ പുറത്തേക്ക് പോയി. സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഐശ്വര്യ. ശേഷം കാണിക്കുന്നത് അഖിലും ശ്യാമയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പച്ചക്കറി കടയിൽ. അവിടെ ഒരു ചേച്ചി വന്നിട്ട് എല്ലാം കൂടി ഒരു 100 രൂപയ്ക്ക് പച്ചക്കറി എടുക്കാനായി പറയുന്നു. അതിനിടയിൽ ആ ചേച്ചി ശ്യാമയോട് കുശലം പറയാൻ ശ്രമിക്കുന്നു. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് മോളെ എന്ന് സന്തോഷത്തോടെ ശ്യാമ പറയുന്നുണ്ട്. ചേച്ചിയായിരുന്നല്ലോ ആദ്യമേ വാങ്ങിയത്, അതിൻ്റെ ഒരു ഐശ്വര്യമുണ്ട്. പടച്ചോനെ നന്നായിരിക്കട്ടെ. അന്ന് ഞാൻ നോക്കുമ്പോൾ പച്ചക്കറി കടയിൽ പുതിയൊരാൾ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പച്ചക്കറി കട വാടകയ്ക്ക് എടുത്ത് നടത്തുവാണെന്ന്. ഞാൻ അറിഞ്ഞിരുന്നില്ല വലിയൊരു വീട്ടിലെ ആളാണ് കച്ചവടത്തിന് വന്നിരിക്കുന്നതെന്ന്. പച്ചക്കറി തന്നപ്പോൾ തന്നെ മനസ്സിലായി ഇതൊന്നും ശീലമില്ലാത്ത ആളാണെന്ന്. അടുത്ത ദിവസം നോക്കുമ്പോൾ ഉണ്ട് ദേ മോള് വന്നിരിക്കുന്നു. പിന്നെയല്ലേ ഒക്കെ മനസ്സിലായത്. മോളുടെ അമ്മായി ഇപ്പോൾ വരണം, ഫാത്തിമ ആരാണെന്ന് മനസ്സിലാകും. എന്നാലും ഇങ്ങനെയും കണ്ണിച്ചോരയില്ലാത്ത ആൾക്കാരുണ്ടോ? പെണ്ണുങ്ങളുടെ ശത്രുക്കൾ പെണ്ണുങ്ങൾ തന്നെയാ. അതൊക്കെ ആ ഇത്ത പറയുമ്പോൾ ശ്യാമ പറയുന്നു, അതൊക്കെ നന്നായി എന്നാ തോന്നുന്നതിപ്പോൾ. ചേച്ചിയെ പോലെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചല്ലോ. ജീവിതത്തിന് തന്നെ ഒരു ലക്ഷ്യമുണ്ടായി. ഈ സമയം അഖിലിനാണെങ്കിൽ വല്ലാത്തൊരു തലകറക്കം പോലെ. ഈ ജോലിയൊന്നും ചെയ്യാത്തതിൻ്റെ ഒരു ക്ഷീണമാവാം. ശ്യാമ അവരോട് പറയുന്നു, ഇപ്പോൾ തോറ്റു പോകില്ല എന്ന സ്ഥലത്ത് നിന്നാണ് തോറ്റു പോകില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നുന്നു. ആ സമയം കൊണ്ട് അഖില പച്ചക്കറിയുടെ മുകളിലേക്കായി തലകറങ്ങി അങ്ങ് വീണു. അഖിൽ സാർ എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് ശ്യാമ അഖിലിനെ താങ്ങി എണീപ്പിക്കുന്നു. ആ ചേച്ചിയും ശ്യാമയും കൂടി അഖിലിനെ പിടിച്ച് ഒരു ചെയറിലേക്ക് കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. ഒരു വല്ലാത്ത ക്ഷീണം എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ സങ്കടത്തോടെ പറയുന്നു, സാർ നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. ഒന്നും വേണ്ട, കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നാൽ മതി, വിഷമിക്കേണ്ട എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആ ചേച്ചി അകത്തേക്ക് ഓടി. അഖിൽ ആ ചേച്ചി വെള്ളം എടുത്ത് കൊടുക്കുന്നു. അഖിൽ കുറേ വെള്ളം കുടിച്ചു. ശ്യാമ ഒരുപാട് തവണ പറയുന്നുണ്ട്, സാർ നമുക്ക് ആശുപത്രിയിലേക്ക് പോകാമെന്ന്. ആശുപത്രിയിലേക്കൊന്നും പോകണ്ടെന്നേ, ശരിയായി എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ആ ചേച്ചി പറയുന്നു, ചൂടത്ത് നിന്നിട്ടാണ്. ഇതൊന്നും പരിചയമില്ലാത്തതല്ലേ രണ്ടുപേരും. ഒരു കാര്യം ചെയ്യുമോളെ, കുറച്ച് നേരത്തേക്ക് കച്ചവടം ഒന്നും വേണ്ട, രണ്ടുപേരും കൂടി എൻ്റെ വീട്ടിലേക്ക് വാ. വേണ്ട ചേച്ചി വേണ്ട, ഇപ്പോൾ ശരിയായി തുടങ്ങി എന്ന് അഖിൽ പറയുന്നു. ചേച്ചി പോയിക്കോളൂ, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് ശ്യാമയും പറയുന്നു. എൻ്റെ നമ്പറുണ്ടല്ലോ, എന്തുണ്ടെങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ ആ വെള്ളം കൊടുത്തിട്ട് ആ ചേച്ചി പോകുന്നു. സാർ എങ്ങനെയുണ്ടെന്ന് ടെൻഷനോടെ ശ്യാമ വീണ്ടും അഖിലിനോട് ചോദിക്കുന്നു. ഒരുവിധം ശരിയായിടോ, നല്ല ചൂടായിരുന്നല്ലോ. നിനക്ക് ചൂടൊന്നും അറിയുന്നില്ലേ എന്ന് അഖിൽ. ചൂടൊക്കെ അറിയുന്നുണ്ട്, പക്ഷേ ക്ഷീണം തുടങ്ങുമ്പോൾ ഭാവിയെക്കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും. നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ആലോചിക്കും. അപ്പോൾ ക്ഷീണമൊക്കെ അങ്ങ് പോകും. സാർ ഞാൻ കാരണമാണ് സാറിന് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരേണ്ടി വന്നത്. അമ്മ പറഞ്ഞതുപോലെ എന്നെ തൽക്കാലത്തേക്ക് കൈ ഒഴിഞ്ഞായിരുന്നെങ്കിൽ സാറിന് ഈ കഷ്ടപ്പാടുകൾ അറിയേണ്ടി വരില്ലായിരുന്നു എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അഖിൽ അവിടെ നിന്ന് എണ്ണീറ്റിട്ട് പറയുന്നു, ശരി എങ്കിൽ പിന്നെ ഞാൻ പോയേക്കാന്ന്. സാറിൻ്റെ ഈ ബുദ്ധിമുട്ട് കണ്ട് ഞാൻ പറഞ്ഞു പോയതാ. സാറ് പോയാൽ പിന്നെ ഞാനില്ല എന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, മരണത്തിന് മാത്രമേ നമ്മളെ പിരിക്കാൻ സാധിക്കൂ. ഇല്ല, മരിച്ചാലും നമ്മൾ പിരിയില്ല എന്ന് അഖിൽ പറഞ്ഞപ്പോൾ കണ്ണീരോടെ നിൽക്കുകയാണ് ശ്യാമ. അവിടേക്ക് ഒരാൾ വരുന്നു. ആളില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സാർ ഇവിടെ ഇരിക്കെ, ക്ഷീണമൊക്കെ മാറിയിട്ട് പതുക്കെ മതി എന്ന് പറഞ്ഞ് ശ്യാമ അഖിലിനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് എന്താ വേണ്ടേ എന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട് 1/2 കിലോ ബീട്രൂട്ട് എന്ന്. വേണ്ട സാധനങ്ങളൊക്കെ ശ്യാമ അയാൾക്ക് എടുത്തു കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അഖിലിനെ നോക്കുന്നുണ്ട്, അഖിലിന് അസുഖം വല്ലതും ഉണ്ടോ എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് അരുൺ അന്ന് അഭിരാമിയെ കണ്ട ആ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ഇനി എങ്ങനെ അശ്വതി അവിടെ വരുന്നുണ്ടോ എന്നറിയാനാണ് ആ വരവ്. അവിടുത്തെ തിരുമേനിയെ വിളിക്കുന്നു. ഏത് പൂജയാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അല്ല അതൊന്നും അല്ല തിരുമേനി എന്ന് പറഞ്ഞ് തൻ്റെ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് തിരുമേനിയോട് അരുൺ. ഈ കുട്ടി അറിയാമോ, ഈ കുട്ടി ഇവിടെ വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അശ്വതിയുടെ ഫോട്ടോ കാണിച്ചാണ് ചോദിക്കുന്നത്. ആരാള്, എന്താ കാര്യം എന്നൊക്കെ തിരുമേനി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. മുമ്പൊരിക്കൽ ഞാൻ ഇവിടെ വെച്ച് കണ്ടിരുന്നോ, ഒന്ന് പറയൂ തിരുമേനി. തിരുമേനി പറയുന്നു, വല്ലപ്പോഴും ഈ ആളിനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, സ്ഥിരമായി വരാറില്ല. അല്ല തിരുമേനി, ഈ കുട്ടിയുടെ വീട് എവിടെയാണെന്ന് അറിയോ എന്ന് അരുൺ ചോദിച്ചപ്പോൾ തിരുമേനി പറയുന്നു, തൊഴാൻ വരുന്നവരുടെ വീട് ഞാൻ അന്വേഷിക്കാറില്ല. സോറി, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്, അതുകൊണ്ട് ചോദിച്ചതാ, ക്ഷമിക്കണം എന്ന് അരുൺ പറഞ്ഞപ്പോൾ തിരുമേനി ചോദിക്കുന്നു, ഭാര്യയാണോ എന്ന്. അല്ല, ഞാനുമായി വളരെ അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇന്നിവിടെ വന്നാൽ കാണാൻ പറ്റുമായിരിക്കുമോ തിരുമേനി എന്ന് അരുൺ ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല.
എന്ന് പറഞ്ഞ് തിരുമേനിയുടെ ജോലി ചെയ്യുന്നു. നിരാശയോടെ അല്പം മാറി നിൽക്കുകയാണ് അരുൺ. ആ സമയം ആദിയെ കാണുന്നു. ആദിയാണെങ്കിൽ അരുണിന്റെ മുന്നിൽ കൈയും കെട്ടി നിൽക്കുന്നു. കാലം തിരിഞ്ഞു നടക്കുന്നു എന്ന് പറയും പോലെ ഇപ്പൊ കാര്യങ്ങൾ. മുമ്പ് നീ എന്റെ പുറകെ നടന്നു, ഇപ്പോൾ ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുവാണ്. അല്ല, ഈ നടയിൽ ഞാൻ നിന്റെ വണ്ടി കണ്ടു. എന്താടാ, അമ്പല ദർശനമൊക്കെ? അല്ല, പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ. ഒന്നുമില്ല ഏട്ടാ, ഞാൻ വെറുതെ ഇവിടം വരെ ഒന്ന് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ എന്നരുൺ. ആയിക്കോട്ടെ, അമ്പലത്തിൽ വരുന്നത് നല്ലതൊക്കെയാ. നീ പ്രാർത്ഥിച്ചോ എന്ന് ആദി ചോദിക്കുന്നു. ഒരു പരുങ്ങലോടെ മൂളുകയാണ് അരുൺ. ആദി ചോദിക്കുന്നു, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്വഭാവ മാറ്റം വരുമ്പോൾ ആൾക്കാരൊന്ന് സംശയിക്കും. എന്താടാ, നിനക്ക് എന്താ പറ്റിയത് എന്ന് അരുണിനോട് സ്നേഹത്തോടെ ആദി ചോദിക്കുന്നു. ഏയ്, ഒന്നുമില്ല ഏട്ടാ, ഇതുവഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറണമെന്ന് തോന്നി, അതുകൊണ്ട് കയറിയതാണ് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ആദി പറയുന്നു, അമ്പലത്തിൽ പോകുന്നത് നല്ലതാണ്, പക്ഷെ ഓഫീസിൽ എന്താ നടക്കുന്നതെന്ന് ഒന്ന് അന്വേഷിക്കണം. അവിടെ ഐശ്വര്യ ചാർജ് എടുത്തോ. എന്നാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടും അരുണിന് ഒരു കൂസലുമില്ല. ആ കൂസലില്ലായ്മ കണ്ടിട്ട് ആദി വീണ്ടും ചോദിക്കുന്നു, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് നിൽക്കുന്നത് ഇപ്പം കണ്ടില്ലേ? എടാ ഐശ്വര്യ, നിന്റെ ഭാര്യയില്ലേ വൈസ് ചെയർപേഴ്സണായിട്ട് സ്ഥാനമേറ്റു. ഇങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടന്നിട്ട് ഓഫീസിലെ ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ട് നീ അവിടെ ഇല്ല. കൊള്ളാം. അതൊന്നും സാരമില്ല ഏട്ടാ എന്ന് അരുൺ പറയുന്നുണ്ട്. ആദി പറയുന്നു, എടാ നിനക്ക് സാരമില്ല, പക്ഷേ ഞങ്ങൾക്ക് നല്ലോണം സാരമുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമാണ് ആ കമ്പനി. ആ കമ്പനിയുടെ ലേബലിലാണ് നമ്മളെയൊക്കെ 4 പേർ അറിയുന്നത്. ഐശ്വര്യ നിന്റെ ഭാര്യയൊക്കെയാണ്. നിന്റെ ഭാര്യ കമ്പനിയുടെ തലപ്പത്ത് വന്നത് സന്തോഷിക്കേണ്ട കാര്യമാണ്. പക്ഷെ അരുണേ, ആ സ്ഥാനത്ത് ഐശ്വര്യ ഇനിയും തുടർന്നാൽ തീർന്നു. നമ്മുടെ കമ്പനിക്ക് ഷട്ടർ ഇടാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്. ഐശ്വര്യ ഇന്ന് ആദ്യമായി ഒപ്പുവെച്ച ഫയൽ ഏതാണെന്ന് നിനക്കറിയോ? ആ പാവം അരവിന്ദനെ പിരിച്ചുവിടാനുള്ള ഫയലാണ്. അരവിന്ദൻ ശ്യാമയുടെ സഹോദരനായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഐശ്വര്യ അങ്ങനെ ചെയ്തത്. തനിക്ക് താല്പര്യമില്ലാത്ത എല്ലാവരെയും ഐശ്വര്യ പിരിച്ചുവിടും. കമ്പനിയെ രക്ഷിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മുടെ ശ്യാമ വരണം. നമുക്ക് നമ്മുടെ ശ്യാമ എത്രയും പെട്ടെന്ന് കമ്പനിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്നാൽ ഈ ആദി ഇതൊക്കെ പറയുന്നത് അരുൺ കേൾക്കുന്നില്ല. കൊണ്ടുവരണം എന്ന് ഒരു കൂസലുമില്ലാതെ വീണ്ടും പറയുന്നു. എന്താടാ നീ അലക്ഷ്യമായിട്ട് സംസാരിക്കുന്നത്? നീ വല്ല ലഹരിയും കഴിച്ചിട്ടുണ്ട്? കവിളൊക്കെ മരവിച്ചിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞത് വല്ലതും നിന്റെ തലയിൽ കയറിയോ? നീ വല്ലതും കേട്ടോടാ എന്ന് ആദി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ഏട്ടാ ഞാൻ എല്ലാം കേട്ടോ. ശരിയാക്കാം, നമുക്കെല്ലാം ശരിയാക്കാം, എല്ലാം ശരിയാവും എന്ന് ഇങ്ങനെ പുലമ്പിക്കൊണ്ട് അരുൺ അവിടെ നിന്ന് പോകുന്നു. ഇവനിത് എന്താ പറ്റിയത്? അശ്വതിയെ കണ്ടിട്ടുണ്ടാവോ? ഈശ്വര എന്ന് പറഞ്ഞ് ആദി നെഞ്ചത്ത് കൈവയ്ക്കുന്നു. ശേഷം കാണിക്കുന്നത് ജഗന്നാഥനും ഐശ്വര്യയും തമ്മിൽ സംസാരിക്കുന്നു. ഐശ്വര്യ ജഗന്നാഥനോട് പറയുന്നു, ഞാൻ ലക്ഷ്യമിട്ടതിൽ ആദ്യത്തെ കാര്യം സംഭവിച്ചു. അവളിരുന്ന കസേരയിൽ ഞാൻ എത്തി. അടുത്തതായിട്ട് ശ്യാമയും അഖിലിനെയും തമ്മിൽ തെറ്റിക്കണം. അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തത് കൊണ്ടാണ് അമ്മ എനിക്ക് വേണ്ടി വാദിച്ചതും എന്നെ കമ്പനിയിലെ ആളാക്കിയതും. അതെങ്ങനെ വേണമെന്ന് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം. ജഗന്നാഥൻ പറയുന്നു, അതിന് ആദ്യം വേണ്ടത് അവരുടെ പച്ചക്കറി കട പൂട്ടിക്കുക എന്നുള്ളതാണ്. കട പൂട്ടിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്, അത് ഞാൻ ജയേഷുമായിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഐശ്വര്യ പറയുന്നു, ആണോ? ഇനിയിപ്പോൾ ഞാൻ അരവിന്ദനെ പിരിച്ചുവിട്ടതറിഞ്ഞാൽ അവൾക്ക് വട്ടാകും. അതിൻ്റെ പുറകെ കടയും കൂടി അടച്ചു പൂട്ടിച്ചാൽ പിന്നെ അവൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. 1ഉം 2ഉം പറഞ്ഞ് അവളും അഖിയും തമ്മിൽ സംസാരിച്ചോളും. ഐശ്വര്യ, കമ്പനി എത്രയും പെട്ടെന്ന് നിന്റെ കൈപ്പിടിയിൽ കൊണ്ടുവരണം. എന്നിട്ട് അത് എന്നെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് ജയേഷ് പറയുന്നു. എന്ന് ജഗൻ പറയുന്നു, ഓക്കെ ഞാൻ ഏറ്റു. ആദ്യം അങ്കിള് അവളുടെ പച്ചക്കറി കട പൂട്ടിക്കാനുള്ള കാര്യങ്ങൾ നോക്ക്. പറഞ്ഞല്ലോ ആ കാര്യം ജയേഷ് ഇന്ന് തന്നെ ചെയ്യും. നാളെ മുതൽ ആ കട ഇവിടെ ഉണ്ടാവില്ല എന്ന് ജഗൻ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, അവളെ ഞാൻ തറ പറ്റിച്ചിരിക്കും. ശേഷം കാണിക്കുന്നത് അഖിലും ശ്യാമയും വീട്ടിലേക്ക് വന്നപ്പോൾ വളരെ ദേഷ്യത്തോടെ അവിടെ ഇരിക്കുകയാണ് ജയന്തി. 2 പേർക്കും തൃപ്തിയായല്ലോ. താനും നശിക്കുന്നു, കുലവും കെടുത്തുന്നു. നിങ്ങളോ എന്തിനെല്ലാം തുനിഞ്ഞിറങ്ങുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ വയറ്റിപ്പിഴപ്പാ ഇല്ലാണ്ടായത്. എന്താ അച്ഛാ, എന്താ എടുത്ത് ഈ പറയുന്നത് എന്ന് ജയേഷ് ചോദിച്ചപ്പോൾ വാസുദേവൻ പറയുന്നു, മോളെ അരവിന്ദന്റെ ജോലി പോയി. അരവിന്ദേട്ടന്റെ ജോലി പോയോ എന്ന് ടെൻഷനോടെ അഖിൽ ചോദിക്കുന്നു. ഐശ്വര്യ അരവിന്ദനെ പിരിച്ചുവിട്ടു. ഐശ്വര്യ എന്ന സ്ഥാനമേറ്റ് ആദ്യം ഒപ്പുവെച്ച ഫയല് അരവിന്ദനെ പിരിച്ചുവിടാനായിരുന്നു. ശ്യാമേ, ഞാൻ വീട് വരെ പോവാണ്. അവരെ കൊണ്ട് ഇന്ന് രാത്രി തന്നെ അരവിന്ദേട്ടനെ തിരിച്ചെടുപ്പിക്കും എന്ന് ദേഷ്യത്തോടെ അഖിൽ ശ്യാമയോട് പറയുന്നു. സാർ, ഇതെനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം എന്ന് ശ്യാമ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് വസുന്ധര ഇങ്ങനെ അഖിലിനെ ആ ജോലിയെ പറ്റി ആലോചിക്കുന്നു. ആദ്യം അവിടേക്ക് വന്നു. എന്നിട്ട് ഏതോ ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വസുന്ധര. എന്നാൽ അത് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നതുമില്ല. ആകെ ടെൻഷനും. അമ്മേ, അരുണിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് തോന്നുന്നു അമ്മേ. എന്താ മോനെ എന്നും വസുന്ധര ചോദിച്ചപ്പോൾ ആദ്യം പറയുന്നു, അമ്മേ അവനാകെ ഡിപ്രസ്സാണ്. ഓഫീസിലാണെങ്കിൽ ഇല്ല, ഇന്നലെയാണെങ്കിൽ കുറച്ച് സമയം ഇരുന്നിട്ട് എണീച്ചു പോയി. എൻ്റെ സംശയം ബലപ്പെടും അമ്മേ. അശ്വതിയെക്കുറിച്ചുള്ള സത്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയം.
അതായത് അവൻ്റെ കാമുകിയായിരുന്ന അഭിരാമിയാണ് ഇപ്പോഴത്തെ അശ്വതി എന്നത് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഇന്ന് ഞാൻ അവനെ ഒന്ന് ഫോളോ ചെയ്തു. അവനെ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ടു. അശ്വതിയുടെ വീടെത്തുന്നതിന് മുമ്പായിരുന്നു അത്. അമ്മേ, എൻ്റെ തോന്നലാണ് അവൻ എവിടെയെങ്കിലും വെച്ച് അവളെ കണ്ടു കാണും. അതേ തുടർന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ അവൻ നടത്തുന്നത്. നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുകടാ എന്ന് വസുന്ധര പറയുന്നുണ്ട്. ആ സമയം ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് ഐശ്വര്യ. പേടിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ് അവനെ മുംബൈയിലേക്ക് മാറ്റണം. ഐശ്വര്യ അവിടെ നിൽക്കുന്നത് അമ്മയും ആദിയും കാണുന്നു. അതെന്തിനാ ആദ്യമായിട്ട് അരുണിനെ മുംബൈയിലേക്ക് മാറ്റുന്നത് എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ ഒരു പരുങ്ങലോടെ ആദിയും അമ്മയും നിൽക്കുന്നു. ഒന്നുമില്ല മോളെ, നമ്മുടെ മറ്റു ഓഫീസുകളൊക്കെ സ്ട്രോങ് ആക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാ. ആദ്യമായിട്ട് കമ്പനിയിൽ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന എന്നോടല്ലേ അത് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ എന്തോ ഗൂഢാലോചന നടക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ, എന്ത് ഗൂഢാലോചന? ഞാൻ കാര്യങ്ങളൊക്കെ അമ്മയോട് സംസാരിച്ചു, അത്രേ ഉള്ളൂ എന്ന് ആദി പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. ആദ്യേട്ടന് അരുണിനോട് എന്തോ ഇഷ്ടക്കേടുണ്ട്. അതിന്റെ ദേഷ്യത്തിൽ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ പോവുകയാണോ അമ്മേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ആദി പറയുന്നു, മോളെ പറഞ്ഞില്ലേ അതിനെപ്പറ്റിയല്ല സംസാരിച്ചത്. അത് പോട്ടെ മോൾ, അമ്മയ്ക്കൊരു വാക്ക് തന്നിരുന്നു, അതിന്റെ കാര്യം ഓർമ്മയുണ്ടോ? അത് ഞാൻ മറക്കും അമ്മേ. ശ്യാമയും അഖിലിനെയും തമ്മിൽ പിരിച്ച് അഖിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യമല്ലേ. വാക്ക് തന്ന കാര്യം ഞാൻ നിറവേറ്റും അമ്മേ. മോളെ, എത്രയും പെട്ടെന്ന് അത് വേണം. എൻ്റെ നെഞ്ചിലെ തീയാണ്. മോനെ കാണാൻ പയ്യാത്ത സങ്കടം ഒരു വശത്ത്, ഞാൻ അവളുടെ മുന്നിൽ തോറ്റുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിഷമം മറുവശത്ത് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, അമ്മ വിഷമിക്കാതെ, അമ്മയെ തോറ്റു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വൈകാതെ തന്നെ ഞാൻ തന്ന വാക്ക് ഞാൻ പാലിക്കും അമ്മേ. ശേഷം കാണിക്കുന്നത് പച്ചക്കറി കട അടച്ചിരിക്കുകയാണ്. അവിടേക്ക് ജയേഷും കുറച്ച് ഗുണ്ടകളും എത്തുന്നു. ടാർപ്പ മാറ്റിയിട്ട് പച്ചക്കറി ബോക്സിന്റെ ഏറ്റവും അടിയിൽ ഈ അഴുകിയ പച്ചക്കറി വെക്കണം എന്ന് ജയേഷ് അയാളോട് പറയുന്നുണ്ട്. അയാൾ 2 സഞ്ചിയിലായി കുറച്ച് അഴുകിയ പച്ചക്കറി കൊണ്ടുവന്നു. അവരെ ജയേഷ് പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.